നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ദിനമാണ് ദുഃഖവെള്ളിയെന്ന് ചേലക്കര സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോൺസൺ ഒലിക്കെങ്കിൽ. ദുഃഖവെള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയ സംവാദങ്ങളെക്കുറിച്ചും റൈറ്റ് വിഷൻ ന്യൂസുമായി അദ്ദേഹം പങ്കുവച്ചു. ക്രൈസ്തവ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നാണ് ദുഃഖവെള്ളിയാഴ്ച. അന്നാണ് രക്ഷകനായ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചത്. ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൻ്റെ ചിന്താഗതിയിൽ അതൊരു പരാജയമാണ്. ഈ ലോകത്തിൽ നന്മ മാത്രം ചെയ്ത് ജീവിച്ച ഈശോയെ അല്ലെങ്കിൽ യേശുവിനെ അന്നത്തെ അധികാരികൾ കുരിശിൽ തറച്ചു കൊന്നു. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശുമരണം വലിയ പ്രതീക്ഷയുടെ ഒരവസരമാണ്. കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. നീതിമാനാണെന്നിരിക്കലും അവിടുന്ന് അവരെ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. യേശു അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂദോസ്കറിയാത്ത അവൻ നീതിമാനായിരുന്നത് കാണുകയാൽ അധികാരികളുടെ അടുക്കൽ ചെന്ന് ഒറ്റിനായി വാങ്ങിച്ച പണം മടക്കി കൊടുത്തുകൊണ്ട് ഈശോയെ വിടുവിക്കാനായിട്ട് അപേക്ഷിച്ചു. പീലാത്തോസ് ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകിക്കൊണ്ടാണ് യേശുവിനെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തത്. അന്നത്തെ മതപുരോഹിതനായിരുന്ന കയ്യാഫാസ് അവനിൽ കുറ്റമൊന്നും ആരോപിക്കാൻ കണ്ടില്ല. കുറ്റക്കാരനല്ലാത്തത് കൊണ്ട് ഞാൻ അവനെ ചമ്മട്ടികളെ അടിക്കപ്പെട്ട് മോചിപ്പിക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞു. പീലാത്തോസിൻ്റെ ഭാര്യ ആ നീതിമാനെ ഒന്നും ചെയ്യരുതെന്ന് പീലാത്തോസിന് കടുത്തു കൊടുത്തു. അങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഈ യേശു കുറ്റരഹിതനായിരിക്കെ തന്നെ അവിടുന്ന് ഏറ്റവും വലിയ ശിക്ഷ കൊലമരം അത് യേശുവിനെ നൽകപ്പെട്ടു. ഇവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥമിരിക്കുന്നത്. നമ്മളൊക്കെ കാര്യമില്ലാതെ കാരണമില്ലാതെ ശിക്ഷിക്കപ്പെടുമ്പോൾ ദൈവമുണ്ടെങ്കിൽ ഇത്തരം ക്ലേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് വിശുദ്ധ പൗലോസിൻ്റെ വാക്കിൽ പറഞ്ഞാൽ, പാപമൊഴികെ എല്ലാ കാര്യത്തിലും നമ്മളോട് തുല്യനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മളെപ്പോലെ ക്ലേശങ്ങൾ സഹിച്ച് നമ്മളെക്കാൾ പീഡകൾ സഹിച്ച് അവഗണിക്കപ്പെട്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് സ്വന്തം ജനങ്ങളാൽ തള്ളിപ്പറയപ്പെട്ട് കുറ്റം ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും അധികാരികൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് യേശു. ആ യേശുവിൻ്റെ തിരുക്കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ചിന്ത, നമ്മളും പലപ്പോഴും ഇതുപോലെയൊക്കെ കാരണമില്ലാതെ കാര്യമില്ലാതെ അവഗണിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിരാശരാകാതെ കുരിശിൽ പ്രത്യാശയോടെ ഇവിടെ നോക്കുവാൻ നമുക്ക് കഴിയണം. യേശു അവിടെ കള്ളന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു. വലത്തും ഇടത്തും ഓരോ കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടു. ഇടത്ത് കിടക്കുന്ന കള്ളൻ ദൈവത്തെ ശപിച്ചുകൊണ്ട് തൻ്റെ സഹനത്തിന് ഉത്തരവാദി ദൈവമാണെന്ന് ആരോപിച്ചുകൊണ്ട് യേശുവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങി. എന്നാൽ വലതുവശത്ത് കിടക്കുന്ന കള്ളനാകട്ടെ, ഞാൻ സഹിക്കുന്നത് എൻ്റെ പാപം മൂലമാണ് അല്ലെങ്കിൽ എൻ്റെ തെറ്റ് മൂലമാണ്, എന്നാൽ യേശു സഹിക്കുന്നത് ആരുടെയും തെറ്റുമൂലമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അവനോട് സ്വർഗത്തിലായിരിക്കുമ്പോൾ തന്നെ കൂടി ഓർക്കണമെന്ന് യാചിക്കുന്നു. യേശുവാകട്ടെ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാവരുടെയും പാപത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കുകയായിരുന്നു. അവിടുന്ന് നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കുരിശിൽ മരിച്ചത്. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ,
മനുഷ്യവർഗത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി സ്വയം ഹോമിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സ്വയം ഉരുകി ഇല്ലാതായിത്തീരുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി പീഡകളും ത്യാഗങ്ങളും സഹിക്കുന്നു. ഇതിനൊക്കെ മുന്നോടിയായി ഈ യേശുവിൻ്റെ ജീവചരിത്രം നമുക്കുണ്ട്. ഇതാണ് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ക്രൈസ്തവന് ശക്തിയും പ്രചോദനവും നൽകുന്നത് യേശുവിൻ്റെ കുരിശുമരണമാണ്. എന്നാൽ യേശുവിൻ്റെ കുരിശുമരണം അതൊരവസാനമായിരുന്നില്ല, മറിച്ച് അത് പ്രത്യാശയിലേക്കുള്ളൊരു കൈചൂണ്ടിപ്പലകയാണ്. അവിടെ കുരിശിൽ മരിച്ചപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് അന്നത്തെ മനുഷ്യരെല്ലാവരും കരുതിയെങ്കിലും 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് മരിച്ചു കിടക്കുക സാധ്യമല്ല, മറിച്ച് അത് സ്വർഗത്തിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു. ഇത് നമ്മുടെ വലിയ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നതാണ്. കുരിശിലൂടെ, ക്ലേശത്തിലൂടെ, സഹനത്തിലൂടെ നമുക്ക് പ്രത്യാശയുടെ ഉയർപ്പിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ദുഃഖവെള്ളി എന്നതിന് ഇംഗ്ലീഷ് പറയുക ഗുഡ് ഫ്രൈഡേ, പ്രത്യാശയുടെ പ്രതീക്ഷയുടെ വെള്ളിയാഴ്ചയാണ്. യേശുവിൻ്റെ കുരിശുമരണം ദുഃഖവെള്ളിയാഴ്ച ഉണ്ടായതുകൊണ്ടാണ് ഉയർപ്പിലേക്ക് ക്രൈസ്തവ ലോകത്തിന് മുഴുവൻ പ്രചോദനം നൽകുന്ന ഉയർപ്പിലേക്ക് കടക്കാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിലും ക്ലേശങ്ങളുണ്ടാകുമ്പോൾ യേശുവിൻ്റെ കുരിശുമരണം ആശ്വാസമാകട്ടെ, അനുഗ്രഹമാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദുഃഖവെള്ളിയുടെ ആശംസകൾ.